ലജ്ജ കൂടാതെ ആവശ്യബോധത്തോടെ ഈ ന്യായാധിപനെ അസഹ്യപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ യെശയ്യാവ് 62:7 കർത്താവ് തന്നെ പറയുന്ന ഒരു വാക്കാണ്, അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളവും ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളവും അവന് സ്വസ്ഥത കൊടുക്കരുത്. ദൈവം തന്നെ പറയുകയാണ്, നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യരുത്? സ്വസ്ഥത തരരുത്, നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യണമെന്ന് കർത്താവ് തന്നെ പറയുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വിടുതൽ നടക്കുവോളം, ആ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവോളം നിങ്ങൾ എന്നെ ഡിസ്റ്റർബ് ചെയ്യണം എന്ന് പറയുക. ഇനി ലൂക്കോസ് 11-ാം അധ്യായത്തിന്റെ അകത്ത് അതിന്റെ 5 മുതൽ 13 വരെ മറ്റൊരു ഉപമ കർത്താവ് പറയുന്നുണ്ട്. അതും പ്രാർത്ഥനയെ കുറിക്കുന്ന ഒരു ഉപമയാണ്. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിക്കും പിൻ കണ്ടെത്തും, മുട്ടുവിന് തുറക്കും എന്ന് പറഞ്ഞ് യേശു പറയുന്ന ഉപമ ഏതാണ്? ഒരു സ്നേഹിതന്റെ അടുക്കൽ അർദ്ധരാത്രിക്ക് വരുന്ന മറ്റൊരു സ്നേഹിതന്റെ കാര്യമാണ്. ആ സ്നേഹിതൻ വന്ന് അപ്പം ചോദിക്കുകയാണ്. പക്ഷേ താൻ അകത്തുനിന്ന് കേൾക്കുന്ന മറുപടി വളരെ നിരാശാജനകമാണ്. കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കിടക്കുന്നു, എനിക്ക് എഴുന്നേറ്റ് വരുവാൻ കഴിയുകയില്ല, ഇതൊക്കെയാ മറുപടി വരുന്നത്. പക്ഷെ വീണ്ടും ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അവിടെ ഇങ്ങനെയാ ബൈബിൾ എഴുതിയിരിക്കുന്നത്, അവൻ സ്നേഹിതൻ ആകെ കൊണ്ട് കൊടുക്കയില്ല എങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം വേണ്ടുവോളവും കൊടുക്കും. കണ്ടോ, അവിടെ എന്തുകൊണ്ടാണ് ആ കൂട്ടുകാരൻ, ആ സുഹൃത്ത്, തന്റെ സുഹൃത്ത് വന്നപ്പോൾ കൊടുത്തതിന്റെ കാര്യം അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നതാണ്. അർദ്ധരാത്രിയാണ്, താൻ കിടന്നിരുന്നു, പക്ഷെ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം ലഭിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരുമാണ് യെരൂശലേം എന്ന് പറയുന്നത്. ഇനി യെരൂശലേമാണ് ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു യഥാസ്ഥാപനം നടക്കുവോളും, എവിടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് തകർച്ചകളുടെ അനുഭവത്തിലൂടെയാണ് പോകുന്നത്, എവിടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് വേദനയുടെ അനുഭവത്തിലൂടെയാണ് പോകുന്നത്, എവിടെയൊക്കെയോ പണിയപ്പെടേണ്ട മേഖലകൾ ജീവിതത്തിന്റെ അകത്തുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, നിന്നിൽ ഒരു യഥാസ്ഥാപനം നടക്കുവോളവും, ഞാൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിവൃത്തിയാകുവോളം, അതായത് നിന്റെ ജീവിതത്തിന്റെ അകത്ത് ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു പ്രശംസ, ദൈവത്തിന്റെ ഒരു മഹത്വം നിന്റെ കുടുംബത്തിൽ നിന്നിൽ വെളിപ്പെടുവോളം നീ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്, നീ ആരാധനയിൽ മടുത്തു പോകരുത്, അല്ലെ നീ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മടുത്തു പോകരുത്. അതായത് ഗലാത്യർ 6:9 ബൈബിൾ ഇങ്ങനെ പറയുന്നു, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും, മടുക്കാതിരുന്നാൽ നിശ്ചയമായിട്ട് ഒരു കൊയ്ത്തിന്റെ അനുഭവം വെളിപ്പെടും. അപ്പോൾ എങ്ങനെ അസഹ്യപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഒരു കുഞ്ഞ് പിതാവിനെ അസഹ്യപ്പെടുത്തുന്ന നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു കടയിൽ ചെല്ലുമ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടം, ഇഷ്ടപ്പെട്ട ഒരു മിഠായി ആയിട്ട് അത് കാണുമ്പോൾ ആ പിതാവിനെ അവൻ സ്നേഹത്തോടെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹ്യപ്പെടുത്തുകയാണ്. അവൻ വീണ്ടും വീണ്ടും ചോദിക്കുക, നിർബന്ധിക്കുക, അവസാന പിതാവ് എന്ത് ചെയ്യും? ചെയ്തു കൊടുക്കും. അതുപോലെ നമുക്കറിയാം, വേദപുസ്തകം നോക്കുമ്പോൾ തിമായിയുടെ മകനായൊരു ബർത്തിമായി, അവൻ എരിഹോവിന്റെ വാതിക്കൽ ഇരിക്കുക. യേശു കടന്നു പോകുന്നത് അവൻ അറിഞ്ഞു. യേശു കടന്നു പോകുന്ന ശബ്ദ കോലാഹലങ്ങൾ മനസ്സിലാക്കി അവൻ നിലവിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. പുരുഷാരം പറഞ്ഞു, നീ മിണ്ടാതിരിക്കുക, നീ അടങ്ങിയിരിക്കുക. ശിഷ്യന്മാര് പറഞ്ഞു, നീ ശബ്ദം അടങ്ങുക. പക്ഷേ അവൻ ആവശ്യബോധത്തോടെ അധികം നിലവിളിക്കുക. അങ്ങനെ നിലവിളിച്ചവന്റെ മുമ്പിൽ യേശു നിന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? അല്ലെങ്കിൽ നാം വേദപുസ്തകം നോക്കുമ്പോൾ ഒരു കനാന്യ സ്ത്രീ ഇത് തന്നെയാണ് യേശുവിന്റെ അടുക്കൽ വരിക. തന്റെ മകൾ ഭൂത ഉപദ്രവത്താൽ അവശയായിരിക്കുന്ന സമയം ഈ അമ്മ കനാന്യ സ്ത്രീ വന്ന് യേശുവിന്റെ അടുക്കൽ നിലവിളിക്കുകയാണ്, യേശുവിന്റെ പുറകെ പോവുകയാണ്. യേശു അവളെ നോക്കുന്നില്ല. ശിഷ്യന്മാർ പറഞ്ഞു, നീ പോ, നീ യേശുവിനെ അസഹ്യപ്പെടുത്താതെ. പക്ഷെ അവൾ വീണ്ടും വീണ്ടും യേശുവിന്റെ അടുക്കൽ വരികയാണ്. അവസാനം യേശു എന്താ പറഞ്ഞത്? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നില്ല. അപ്പോൾ അവളുടെ മറുപടി, യജമാനന്റെ മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ നായ്ക്കുട്ടികളും ഭക്ഷിക്കുന്നുവല്ലോ. അത് കേട്ട യേശു അവളെ നോക്കി പറയുകയാണ്, നിന്റെ വിശ്വാസം വലിയത്. ഹാലലി. കണ്ടോ? അപ്പൊ അവരെല്ലാം യേശുവിനെ അസഹ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ അവരെല്ലാം ആവശ്യത്തിനു വേണ്ടി അവരെന്ത് ചെയ്തു? അത്രത്തോളം അടുത്തു വന്നു, ആവശ്യബോധത്തോടെ അടുത്തു വന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് അങ്ങനെ ആവശ്യബോധത്തോടെ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാഞ്ചയോടെ കർത്താവിനെ അസഹ്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ സ്വസ്ഥത കൊടുക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു യഥാസ്ഥാപനം നടക്കാൻ പോവുകയാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു പ്രശംസ വെളിപ്പെടാൻ പോവുകയാണ്. ദാനിയേൽ മുഴങ്കാൽ മടക്കിയപ്പോൾ തന്നെ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു. പക്ഷെ 21 ദിവസങ്ങൾ താൻ എന്ത് ചെയ്തു? ദൈവത്തിന് സ്വസ്ഥത കൊടുക്കാതെ, കർത്താവിന് സ്വസ്ഥത കൊടുക്കാതെ അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 21-ാം ദിനമായപ്പോൾ എന്താ സംഭവിച്ചത്? ദൈവം തന്റെ ദൂതനായ മീഖായേലിനെ അയച്ചു. പാർസിദേശത്തിന്റെ പ്രഭുവിനെ തകർത്തു. മറുപടിയുമായി ഗബ്രിയേൽ തന്റെ അടുക്കൽ വരികയാണ്. അങ്ങനെയെങ്കിൽ ചില പ്രാർത്ഥനകളുടെ മറുപടികളെ തടയുന്ന ദേശത്തിന്റെ അധിപതികളുണ്ട്, ദേശാധിപതിക ശക്തികളുണ്ട്. അതാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12 ബൈബിൾ പറയുന്നത്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും ആകാശമണ്ഡലങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും.
അങ്ങനെയെങ്കിൽ ആകാശമണ്ഡലത്തിലെ ഒരു ദുഷ്ടാത്മ സേനയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെ തടയുന്ന, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ മറുപടികൾ നിങ്ങളിൽ വെളിപ്പെടാതെ വണ്ണം തടയുന്ന ഒരു 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 ദുരാത്മ മണ്ഡലം, ഒരു ദേശാധിപതി ശക്തിയുണ്ട്. അതിനെ തകർക്കണമോ? നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുന്നവരായി മാറണം. നിങ്ങൾ പ്രാർത്ഥനയിൽ ഉത്സാഹികളായി മാറണം. അപ്പോൾ അതേ ഹാലലിയ, ഒരു ബെർത്തിലോമായി അവൻ ആവശ്യബോധത്തോടെ നിലവിളിച്ചു, മറുപടി ലഭിച്ചു. ഒരു കനാന്യ സ്ത്രീ ആവശ്യബോധത്തോടെ അസഖ്യപ്പെടുത്തി, അവൾക്കൊരു മറുപടി ലഭിച്ചു. അത് യേശു പറഞ്ഞ ഉപമയ്ക്കകത്ത് ആ വിധവയായ സ്ത്രീ ന്യായം ചെയ്യാത്ത അനീതിയുള്ള ന്യായാധിപനെ അസഖ്യപ്പെടുത്തി അവൾക്കൊരു മറുപടി ലഭിക്കുകയാണ്. ആ കൂട്ടുകാരന്റെ അടുക്കൽ വന്ന സ്നേഹിതൻ ലജ്ജ കൂടാതെ മുട്ടിയപ്പോൾ ഒരു മറുപടി ലഭിക്കുകയാണ്. ദാനിയേൽ 21 ദിവസങ്ങൾ താന് മുഴങ്കാൽ മടക്കിയപ്പോൾ മറുപടി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഡെലിവറൻസ് നടക്കുവോളം, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ആ യഥാസ്ഥാപനം വെളിപ്പെടുവോളം നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ മടുക്കാതെ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്നവരായിരിക്കണം. ഈ ശരിക്കും നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇസ്രായേൽ ജനത്തിനോട് ദൈവം ഇസ്രായേലിനോട് ഒരു വാഗ്ദത്തം കൊടുത്തു. പക്ഷേ അവര് ഇപ്പൊ കിടക്കുന്ന അവസ്ഥ എവിടെയാ? അവർ ഊഴിയ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്തമൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഹല്ലേലൂയ ഊഴിയ വേല ചെയ്യുക. എന്നാൽ പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 23, 24, 25 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രയീം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. കണ്ടോ? അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ദൈവം മറന്നു കളഞ്ഞു, ദൈവം കൈവിട്ടു. പക്ഷേ അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ ബൈബിൾ പറയുകയാണ്, ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമവും ഓർത്തു. അപ്പൊ ദൈവം ചിലത് ഓർക്കും. ഈ ദിവസങ്ങളിൽ നാം ദൈവസന്നിധി നിലവിളിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ കരയുമ്പോൾ, കർത്താവ് ചില വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് പകർന്നിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളെ കർത്താവ് ഓർക്കുവാനായിട്ടിടയായി തീരും. അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ ദൈവസാന്നിധ്യത്തിന്റെ അകത്തേക്ക് ചേർന്ന് വരുന്നവരായി തീരട്ടെ. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ 62-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിന്മേൽ കാവൽക്കാരെ ആക്കിയിരിക്കുന്നു. അവർ രാവോ പകലോ ഒരിക്കലും മിണ്ടാതിരിക്കുകയില്ല. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. അപ്പോൾ ഒന്ന്, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. 2, കർത്താവിന് എന്ത് ചെയ്യരുത്? സ്വസ്ഥത കൊടുക്കുകയും വരുത്. എന്ന് പറഞ്ഞാൽ ഈ മറുപടി വെളിപ്പെടുവോളം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവം തന്നെ പറയുന്ന ഒരു വാക്ക്. ആ വാക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊരു അരോചകമായി തോന്നാം. ചിലപ്പോൾ അയ്യോ, ദൈവത്തെ അസ്വസ്ഥപ്പെടുത്തുകയോ അല്ലെങ്കിൽ ദൈവത്തെ ഡിസ്റ്റർബ് ചെയ്യുകയോ എന്നൊക്കെ തോന്നാം. പക്ഷെ ഇത് വചനമാണ്. 62:7 അങ്ങനെ തന്നെയല്ലേ വായിച്ചേ? അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളും ഭൂമിയിൽ അതിനെ പ്രശംസ വിഷയമാക്കുവോളും അവന് സ്വസ്ഥത കൊടുക്കരുത്. കർത്താവിന് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ ഓർമ്മിപ്പിക്കണം. അതാണ് അതിന്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞത്: യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ദൈവത്തെ ദൈവത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോ നമ്മൾ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ഞാൻ സ്വസ്ഥത തരണം, അല്ലെങ്കിൽ യെരൂശലേമിന്റെ യഥാസ്ഥാനത്തിന് വേണ്ടി, അല്ല യെരൂശലേം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമാന്ന് പറഞ്ഞു, ആത്മീകമായി ഞാനും നിങ്ങളുമാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മിൽ ഒരു യഥാസ്ഥാപനം വെളിപ്പെടാൻ നമ്മൾ ദൈവത്തോട് നിലവിളിക്കണമെന്ന് പറഞ്ഞു, ഒരു ദൈവത്തിന്റെ മഹിമ വെളിപ്പെടാൻ നിലവിളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? ഇന്ന് യെരൂശലേമിന്റെ അവസ്ഥ എന്താ? അതൊന്നും നമുക്ക് അറിയണമല്ലോ. ശരിക്കും ഈ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ, അവിടെ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിന്റെ അകത്ത് ഈ നെഹമ്യാവ് സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. ഇവിടെ അർത്ഥശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായി നെഹമ്യാവ് ഇരിക്കുകയാണ്. എന്നാൽ അവിടെ നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, യെരൂശലേം ഒരു 70 വർഷത്തോളമുള്ള ഒരു പ്രവാസത്തിലേക്ക് പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രവാസത്തിൽ നിന്ന് വന്ന ചില ആളുകള് ഈ രാജധാനിയിലെത്തി നെഹമ്യാവിനെ കണ്ടു. നെഹമ്യാവിനെ കണ്ടപ്പോൾ നെഹമ്യാവ് കുശലം ചോദിക്കുക: ഇപ്പൊ ഞാൻ ഇവിടെ ഈ രാജ്യത്തായിരിക്കുന്നു, നിങ്ങൾ ആരെങ്കിലും, എനിക്കിപ്പോ പാസ്റ്റർ വരിക, ഷാജി പാസ്റ്റർ ഇങ്ങോട്ട് വരികയാണെന്ന് ചിന്തിക്കുക. ഇവിടെ വരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: പാസ്റ്ററെ, നാട്ടിൽ എന്തൊട്ട് വിശേഷം? നാട്ടിൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? അവിടെ സഭയൊക്കെ എങ്ങനെ പോകുന്നു? അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ? ഇത് കുശലം ചോദിക്കും അല്ലെ? എന്ന് പറയുന്നത് പോലെ നെഹമ്യാവ് അർത്ഥശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹനായിരിക്കുക.
അങ്ങനെ പാനപാത്ര വാഹനായിരിക്കുമ്പോൾ തന്റെ സഹോദരന്മാര് ചിലരെ കാണുക. അവർ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയവരാണെന്നറിഞ്ഞ് അവരോട് ചോദിക്കുകയാണ്. അത് യഹൂദന്മാരെ കുറിച്ച് ചോദിച്ചു, യെരുശലേമിനെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അവരുടെ മറുപടിയാണ് നെഹമ്യാ 1:3 പറഞ്ഞിരിക്കുന്നത്. അതിനവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു. കണ്ടോ? അപ്പൊ യെരുശലേമിന്റെ അവസ്ഥ എന്താ? മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഒരു കഷ്ടതയുടെ നടുവിലുണ്ടോ? ഒരു അപമാനത്തിന്റെ നടുവിലായിരിക്കുന്നുണ്ടോ? അതേ ഹല്ലേലൂയ, വാതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന, മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്ന ഒരു അനുഭവത്തിലാണോ? ഹല്ലേലൂയ. അപ്പോ ഇവിടെ അങ്ങനെ ഒരു അനുഭവത്തിലാണ് ആയിരിക്കുന്നതെങ്കിൽ, അതെ, ഈ വാക്യം നമ്മോടുള്ള ഓർമ്മപ്പെടുത്തലാണ്. യെശയ്യാവ് 62:7, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു യഥാസ്ഥാപനം നടക്കുവോളവും, ഭൂമിയിൽ ഒരു പ്രശംസ നിങ്ങളിൽ കർത്താവ് വെളിപ്പെടുത്തുവോളം നിങ്ങൾ ദൈവത്തിന് സ്വസ്ഥത കൊടുക്കരുത്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ നെഹമ്യാവ് എന്താ ചെയ്തത്? ഈ വാർത്ത കേട്ട നെഹമ്യാവ് കർത്താവിന് സ്വസ്ഥത കൊടുക്കാതെ താൻ പറയാൻ തുടങ്ങി. എന്താ താൻ പറയാൻ തുടങ്ങിയത്? നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങളാണ്. അവിടെ നെഹമ്യാവ് ദൈവത്തെ ഓർമ്മിപ്പിച്ചുണർത്താൻ തുടങ്ങി. എന്താ താൻ? ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, കണ്ടോ, ഈ തകർച്ച അറിഞ്ഞ നെഹമ്യാവ്, കഷ്ടത അറിഞ്ഞ നെഹമ്യാവ്, ഒരു അപമാനം അതെ വെളിപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞ നെഹമ്യാവ് കുറെ നാൾ ഉപവസിച്ചും ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത്. കണ്ടോ? കഷ്ടത അറിഞ്ഞപ്പം, അപമാനം അറിഞ്ഞപ്പോ അവൻ ഉപവസിക്കാൻ തുടങ്ങി, അവൻ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് അതിന്റെ 5-ാം വാക്യത്തിൽ താൻ പറയുകയാണ്, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദൈവം പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കും. കേട്ടോ, തന്റെ പ്രാർത്ഥന എപ്പോഴാ? രാവും പകലും താൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, താൻ ദൈവത്തെ ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ച് നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. താൻ ദൈവസന്നിധിയിൽ താഴ്ത്താൻ തുടങ്ങി, താൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങി. കണ്ടോ, അവൻ ദൈവസന്നിധിയിൽ കരയാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഹല്ലേലൂയ, അവിടെ ദൈവം ആ മതിലിനെ പണിയാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, എപ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നുവോ അപ്പോൾ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. സങ്കീർത്തനം 147:6 ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, യഹോവ താഴ്മയുള്ളവനെ ഉയർത്തുന്നു, അവൻ ദുഷ്ടന്മാരെ നിലത്തോളം താഴ്ത്തുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ ആരൊക്കെ തങ്ങളെ തന്നെ താഴ്ത്തുന്നുവോ അവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ടല്ലേ പത്രോസ് താൻ പറയുന്നത്, അതുകൊണ്ട് അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പിൻ. അപ്പോൾ നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചാൽ, നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുവശങ്ങളെ ഏറ്റുപറഞ്ഞ് നാം പ്രാർത്ഥിച്ചാൽ, നിശ്ചയമായിട്ടും ഒരു ഉയർച്ച നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. ഇനി നമ്മൾ തന്നെ സ്വയത്തിൽ പണിതാലോ, നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ പണിതാലോ? ദൈവത്തിൽ ആശ്രയിക്കാതെ പണിത ഒരുവന്റെ കാര്യം മലാക്കി പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 4 ബൈബിൾ പറയുന്നുണ്ട്. മലാക്കി 1:4 ദൈവത്തിൽ ആശ്രയിക്കാതെ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് പണിയുന്ന ഒരു പണി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. മലാക്കി 1:4 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ ഇടിഞ്ഞിരിക്കുന്നു എങ്കിലും ഞങ്ങൾ ശൂന്യ സ്ഥലങ്ങൾ വീണ്ടും പണിയുമെന്ന് ഏതോ പറയുന്നു. എങ്കിൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവർ പണിയട്ടെ, ഞാൻ ഇടിച്ചു കളയും. അവർക്ക് ദുഷ്ടപ്രദേശമെന്നും യഹോവ സദാകാലം കൃത്തിക്കുന്ന ജാതി എന്ന് പേർ പറയും. അപ്പൊ ദൈവത്തെ കൂടാതെയുള്ള പണികൾ അത് നിലനിൽക്കുന്ന പണികളല്ല. ഒരു ബാബേൽ ഗോപുരം ദൈവത്തെ കൂടാതെ പണിതു, അതെന്ത് ചെയ്തു? അത് ഇടിഞ്ഞു പോകുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ അതുകൊണ്ടാ ബൈബിൾ പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു, യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു. ദൈവത്തെ കൂടാതെയുള്ള പണികളൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ അതെ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഹല്ലേലൂയ പണിത പണികളെല്ലാം നിലനിൽക്കുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ കൂടാതെ പണിയുന്നവരായിട്ടല്ല, നമ്മുടെ സ്വയത്തിൽ ആശ്രയിക്കുന്നവരായിട്ടല്ല. ഈ സ്വയത്തിൽ ആശ്രയിക്കുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്ന ഒരു വാക്ക് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ അകത്തുണ്ട്. അത് ഞാനൊന്ന് വായിക്കാം. യിരെമ്യാവ് 17:5 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു,
മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. കണ്ടോ, ബൈബിൾ പറയുകയാണ്, ജഡത്തിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി മനുഷ്യനിൽ ആശ്രയിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. എന്നിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ വരുന്ന വീഴ്ച, തകർച്ചയെക്കുറിച്ച് ബൈബിൾ പറയുകയാണ്, അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയാകും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർനിലത്തും പാർക്കും. എന്നിട്ട് 7-8 വാക്യങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്റെ ഭാഗ്യവർണ്ണനയാണ്. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആമേൻ. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരുവനെ ബൈബിൾ പറയുന്നു, അവൻ ആരാണ്? അവൻ ഭാഗ്യവാനാണ്. അവന്റെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളാണ് 8-ാം വാക്യത്തിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അതെ, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ഫലം കായ്ക്കണമോ? സാഹചര്യങ്ങൾ മാറുമ്പോൾ, അവസ്ഥകൾ മാറുമ്പോൾ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നന്മ പ്രാപിക്കണമോ? ദൈവത്തിൽ ആശ്രയിക്കുന്നവരാകുക. ഇസഹാക്കിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, ആ ആണ്ടിൽ അവൻ ഗെരാറിൽ വിതച്ചു. ഏതാണ്ടിൽ? ക്ഷാമം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ ആണ്ടിൽ ഇസഹാക്ക് ഗെരാറിൽ വിതച്ചു. ബൈബിൾ പറയുകയാണ്, അവൻ 100 മേനി കൊയ്തു. അങ്ങനെയെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവന്, അതെ ഹല്ലേലൂയ, അത് വരൾച്ച ഒരു വിഷയമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് യുദ്ധം ഒരു വിഷയമല്ല. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഭരണം മാറുന്നത് ഒരു വിഷയമല്ല. അവൻ ഏത് സാഹചര്യത്തിലും ഫലം കായ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം അവനൊരു കാര്യം അറിയാം, ഉന്നതനും മീതെ ഒരു ഉന്നതനും അവന്റെ മീതെ ഒരു അത്യുന്നതനും ജാഗരിക്കുന്നു. എന്റെ ദൈവത്തിന്റെ തോളിലാണ് ആധിപത്യം ഇരിക്കുന്നത്. രാജാവിന്റെ ഹൃദയത്തെ നീർത്തോട് കണക്കെ തിരിക്കുവാൻ കഴിയുന്നവൻ എന്റെ കർത്താവാണെന്ന് ബോധ്യമുള്ളവന് അവൻ അറിയാം, എന്റെ ഉറവുകൾ മുഴുവൻ അതേ ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് ആ സങ്കീർത്തനക്കാരൻ പറയുന്നത്, എന്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉറവകൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ, നമ്മുടെ ഹല്ലേലൂയ അതേ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ ഒരിക്കലും അത് നിന്നു പോകുവാനായിട്ട് ഇടയായി തീരത്തില്ല. അതുകൊണ്ട് നമ്മുടെ ആശ്രയം പൂർണ്ണമായി കർത്താവിലാകട്ടെ. അപ്പൊ കർത്താവിനെ കൂടാതെ പണിതാൽ തകർന്നു പോകുവാനായിട്ട് ഇടയായി തീരും. അപ്പൊ ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ യെരൂശലേമിനെ കുറിച്ച് കഥ പറയുകയാണ്, ഞാൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം സ്വസ്ഥത കൊടുക്കരുത്. അപ്പോൾ യെരൂശലേമിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു, ഇടിഞ്ഞു കിടക്കുകയാണ്, അപമാനത്തിൽ കിടക്കുകയാണ്, കഷ്ടത്തിൽ കിടക്കുകയാണ്. യെരൂശലേം ആരാണ്? ഞാനും നിങ്ങളുമാണ് യെരൂശലേം. നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട്, അപമാനത്തിന്റെ അനുഭവങ്ങളുണ്ട്, വേദനയുടെ അനുഭവങ്ങളുണ്ട്, നമ്മുടെ വാക്തത്വങ്ങൾ എവിടെയൊക്കെയോ പ്രാപിക്കേണ്ട അനുഭവങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എനിക്ക് സ്വസ്ഥത നൽകരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നിങ്ങൾ മടുത്തു പോകാതെ എന്നോട് ചോദിക്കണം. അത് എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് കർത്താവ് പറയുകയാണ്. അപ്പൊ നെഹമ്യാവ് ഓർമ്മിപ്പിച്ചു. ദൈവം എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം. ദൈവം പണിയാൻ തുടങ്ങി. നെഹമ്യാവ് ഓർമ്മിപ്പിച്ചു. ദൈവം ഈ മതിലിനെ പണിയാൻ തുടങ്ങി. ദൈവം പണിയാൻ തുടങ്ങിയാലുള്ള ഗുണം യെശയ്യാവ് 31:5, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിന്റെ 5, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ വണ്ണം അതിനെ പരിപാലിക്കും. ദൈവം പണിയാൻ തുടങ്ങി. ഹല്ലേലൂയ. ദൈവം അതേ മതിലിനെ കെട്ടാൻ തുടങ്ങി. ദൈവം കഷ്ടതയെ മാറ്റാൻ തുടങ്ങി. ദൈവം പണിയാൻ തുടങ്ങിയപ്പോ കർത്താവ് പറയുകയാണ്, ഇനി ഒരു ശത്രു അതിനെ തൊടാതെ വണ്ണം, ഇനി അതിനെ ശത്രു ആക്രമിക്കാതെ വണ്ണം ഞാൻ അതിനെ കാത്തുരക്ഷിക്കും. എങ്ങനെയാ കാത്തുരക്ഷിക്കുന്നേ? പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും. ഒരു പക്ഷി എങ്ങനെയാണോ അതെ തന്റെ കുഞ്ഞുങ്ങളെ ചുറ്റി പരിപാലിക്കുന്നത്, അതുപോലെ കർത്താവ് അതെ നമ്മെ പരിപാലിക്കുവാനായിട്ട് ഇടയായി തീരും. ഞങ്ങളുടെ നാട്ടില് വീടിന്റെ വിൻഡോയിൽ ഒരു ഇരട്ടത്തലയും വന്ന് കൂടുകൂട്ടി. അത് മുട്ടയിട്ടു. കുഞ്ഞുങ്ങളായ സമയത്ത് ഒരു ദിവസം ഞാൻ എത്ര കുഞ്ഞുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒന്ന് പയ്യ ജനലെ കൂടെ വലിഞ്ഞു കയറി ഇങ്ങനെ ആ തല അങ്ങ് ഇടുവും. എവിടെ നിന്നാന്ന് അറിയത്തില്ല, ഈ തള്ളപ്പക്ഷി വന്നിട്ട് ഒറ്റ കൊത്ത. അത്രയും നേരം അവിടെ ഒന്നും കാണുന്നില്ല. പക്ഷെ അപ്പൊ നോക്കി അമ്മയുടെ ആ അമ്മ കിളിയുടെ ആ ശ്രദ്ധ നോക്കിക്കേ തന്റെ കുഞ്ഞുങ്ങളുടെ മേലുള്ള. അപ്പൊ ഇവിടെ പറയുകയാണ്, ഞാൻ പണിയാൻ തുടങ്ങിയാൽ, യെശയ്യാ 31:5 കഥ പറയുക, പക്ഷി ചുറ്റിപ്പറന്ന് പരിപാലിക്കുന്നത് പോലെ ഞാൻ യെരൂശലേമിനെ ഹല്ലേലൂയ പരിപാലിക്കും. അവൻ അതിനെ കാത്തു രക്ഷിക്കും, നശിപ്പിക്കാതെ അതിനെ രക്ഷിക്കും. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ജാഗ്രത ഇല്ലേ? നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ അത് തകർന്നു പോകാതെ
അത് ഉടഞ്ഞു പോകാതെ വളരെ സൂക്ഷ്മതയോടെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മിൽ പണി ആരംഭിച്ചാൽ നമ്മൾ തകർന്നു പോകാൻ കർത്താവ് അനുവദിക്കുമോ? ഇല്ല. ഒരിക്കലും നമ്മൾ തകരാതെ വണ്ണം കർത്താവ് നമ്മെ പരിപാലിക്കും. ഇനി അടുത്തത് നമ്മിൽ വീണ്ടും ഇനി അടുത്ത കാര്യം കർത്താവ് ചെയ്യുന്നു. ഒന്ന്, പക്ഷി ചുറ്റി പറന്നു വരുന്ന പോലെ നമ്മളെ പരിപാലിക്കും. ഇനി അടുത്തത് കർത്താവിന്റെ പണി നമ്മിൽ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ചെയ്യുന്ന അടുത്ത കാര്യം സെക്കരിയാവ് 8:3. ഹല്ലേലൂയ. സെക്കരിയാവ് 8:3 എങ്ങനെ എഴുതിയിരിക്കുന്നത്? ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. സെക്കരിയാവ് 8:3 ബൈബിൾ പറയുകയാണ്, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. അപ്പോൾ സെക്കരിയാവ് 8-ാം അധ്യായം അതിന്റെ 3-ാം വാക്യമാണ്. ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും. അപ്പോൾ നമ്മൾ കരയുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മടങ്ങി വരും എന്ന് പറഞ്ഞാൽ എവിടെയോ വിട്ടുപോയത്. എമ്മൂസിലേക്ക് പോയപ്പോൾ ആ ശിഷ്യന്മാരുടെ കൂടെ, എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കൂടെ നസ്രയൻ നടന്നതാ. എന്നാൽ അവർ പാർക്കുന്ന സ്ഥലം എത്തിയപ്പോൾ ബൈബിൾ പറയുന്നു, അവൻ കടന്നു പോകുന്നതായി ഭാവിച്ചു. പക്ഷെ അവര് വിളിച്ചു, ഞങ്ങളോടുകൂടെ പാർക്കാം. അവൻ എന്ത് ചെയ്തു? അവൻ വന്നവരോടുകൂടെ പാർത്തു. അപ്പൊ ചില സാഹചര്യങ്ങളിൽ അവൻ പോയതായിട്ട് ഭാവിക്കും, പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ മടങ്ങി വരും. അവിടെ പറയുകയാണ്, അവൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. അപ്പോൾ ദൈവം പണി തുടങ്ങിയാൽ, ഒന്ന്, ഒരു പക്ഷി ചുറ്റി പറന്ന് പരിപാലിക്കുന്ന പോലെ കർത്താവ് പരിപാലിക്കും. 2, ദൈവം മധ്യ വസിക്കും, നമ്മുടെ കൂടെ ചേർന്ന് വസിക്കും, നമ്മോട് ചേർന്ന് വസിക്കും. ഇനി വസിച്ച് കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? നമ്മുടെ കൂടെ വസിച്ചിട്ട് കർത്താവ് ചെയ്യുന്ന കാര്യം യെശയ്യാവ് 66:13 അത് എഴുതിയിരിക്കുക, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. കണ്ടോ? അപ്പൊ നമ്മുടെ വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ തന്റെ വാക്കുകൾ വചനത്തിലൂടെ നമ്മെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. മകനെ, നീ ഭാരപ്പെടണ്ട. അതെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. അതെ, ഞാൻ സാഹചര്യങ്ങളെ മാറ്റാൻ മതിയായവനാണ്, നിന്റെ സ്ഥിതികളെ ഞാൻ മാറ്റൂ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് എന്ത് ചെയ്യും? ആശ്വസിപ്പിക്കും. ഇനി ആശ്വസിപ്പിക്കുക മാത്രമല്ല, ആശ്വസിപ്പിച്ചിട്ട് അതിന്റെ കൂടെ ഒരനുഗ്രഹം കൂടെ കർത്താവ് പകരും. എന്താ അനുഗ്രഹം? സങ്കീർത്തനം 128:5 പറയുകയാണ്, യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. അടുത്ത വാക്ക്, നിന്റെ ആയുഷ്കാലം ഒക്കെ ഇന്ന് യെരൂശലേമിന്റെ നന്മയെ കാണും. കണ്ടോ? ഒരിക്കൽ തകർന്നു കിടക്കുക, ഇന്ന് അപമാനത്തിൽ കിടക്കുക, കഷ്ടതയിൽ കിടക്കുക, പക്ഷെ നിലവിളിച്ചപ്പോൾ ദൈവം പണിയാൻ തുടങ്ങി. എന്നിട്ട് കർത്താവ് പറയുകയാണ്, പക്ഷി ചുറ്റി പറന്ന് പരിപാലിക്കുന്നത് പോലെ ഞാൻ ഇവനെ പരിപാലിക്കും. ഇവന്റെ ജീവിതത്തിന്റെ അകത്ത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു ശത്രുവും തകർത്ത് കളയാതെ വണ്ണം, ഒരു ദുഷ്ടനും എടുത്തു കളയാതെ വണ്ണം, ഒരു ദുഷ്ടനും അപഹരിച്ചു കളയാതെ വണ്ണം ഞാൻ പരിപാലിക്കും. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ഞാൻ അവന്റെ മധ്യ വസിക്കും. ഹല്ലേലൂയ. ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ അവനെ ആശ്വസിപ്പിക്കും. അത് മാത്രമല്ല, ഞാൻ അവനെ അനുഗ്രഹിക്കും. എന്നിട്ട് പറയുകയാണ്, ആയുഷ്കാലമൊക്കെയും അതെ, നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ ജീവിതത്തിന്റെ അകത്ത് നന്മകളെ നിങ്ങൾ കാണും. അത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ അകത്ത് കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല, അതെ, നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആലോചനകൾ, പദ്ധതികൾ അതൊന്നും തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ടാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ഒരു നന്മ കാണും. സങ്കീർത്തനം 21:2 പറയുകയാണ്, നീ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വെക്കുന്നു. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. അപ്പൊ കർത്താവ് നമ്മെ മാന്യതകൾ അണിയിക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 20 അതെ, ഹല്ലേലൂയ 3 വരുമ്പോൾ അതല്ലേ പറയുന്നത്, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പൊ നന്മയുടെ അനുഗ്രഹങ്ങളാൽ കർത്താവ് നമ്മെ എതിരേക്കും. നന്മകളെ നാം കാണുവാനായിട്ടിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി യിരെമ്യാ 33:16 അതെ, അങ്ങനെ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, അങ്ങനെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം വെളിപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അന്നാളിൽ യഹൂദ രക്ഷിക്കപ്പെടും, യെരൂശലേം പ്രവൃത്തി വെളിപ്പെട്ടാൽ, ദൈവം നമ്മെ പണിയാൻ തുടങ്ങിയാൽ, കർത്താവ് പക്ഷി ചുറ്റി പറന്ന് പരിപാലിക്കുന്ന പോലെ നമ്മളെ പരിപാലിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ മധ്യ ദൈവം വസിക്കാൻ തുടങ്ങിയാൽ, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ മേൽ കർത്താവിന്റെ ഒരു അനുഗ്രഹം അതേ കർത്താവ് പകർന്നാൽ, അടുത്ത വാക്ക് പറയുകയാണ്, യെരൂശലേം നിർഭയമായി വസിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിന്റെ അകത്ത് ഭയം മാറിപ്പോകും. ഇന്ന് ഭയമോ, നാളെ എന്തായിത്തീരും, തലമുറകളുടെ ഭാവി എന്തായിത്തീരും, അല്ലെങ്കിൽ ഇങ്ങനെ പോയ സാഹചര്യങ്ങൾ എന്തായിത്തീരും, അയ്യോ അവസ്ഥകൾ മാറുന്നില്ല, ഭയമോ. പക്ഷെ കർത്താവ് പറയുകയാണ്, നിന്റെ ഭയത്തെ ഞാൻ മാറ്റാൻ പോകുകയാണ്. അല്ലെങ്കിൽ അതിന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും. ഹല്ലേലൂയ. അപ്പൊ ദൈവം അതെ പണിയാൻ തുടങ്ങി കഴിഞ്ഞാൽ, ദൈവിക അനുഗ്രഹം വന്നാൽ ഭയം
മാറിപ്പോകും. എന്നിട്ട് ഇനി അതിന്റെ അവസാന വാക്യം, അങ്ങനെ ദൈവം നമ്മെ പണിയാൻ തുടങ്ങി, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹങ്ങളെ നൽകി. എന്നിട്ട് അതിന്റെ റിസൾട്ടാണ് യെശയ്യാവ് 62:8-9 വാക്യങ്ങൾ. യെരൂശലേമിനെ ദൈവം കെട്ടാൻ തുടങ്ങി. അതെ, ശത്രു ഒന്നും തൊടാതെ വണ്ണം കർത്താവ് കാത്തു പരിപാലിച്ചു, അനുഗ്രഹങ്ങളെ ചൊരിയാൻ തുടങ്ങി. എന്നിട്ട് അതിന്റെ റിസൾട്ടാണ് യെശയ്യാവ് 62:8-9. ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. അപ്പോൾ ഇതുവരെ നിന്റെ നന്മകൾ ചോർന്നുപോയ അനുഭവങ്ങൾ ഉണ്ടായി. ഇന്നുവരെ പല ഇടത്തും നീ അറിയാതെ എവിടെയൊക്കെയോ അധ്വാനിച്ചതിനെ അതെ വൃഥാവായി പോയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ആശുപത്രിയിലാകട്ടെ, മറ്റ് ആവശ്യമില്ലാത്ത ചെലവുകളാകട്ടെ, അങ്ങനെ പോയ അനുഭവങ്ങൾ ഉണ്ടായി. എന്നാൽ ഇനി ഞാൻ നിന്റെ ആഹാരം, നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കുകയില്ല. നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയില്ല എന്ന് യഹോവ തന്റെ വലങ്കയും തന്റെ ബലമുള്ള ഭുജവും തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നിന്റെ അധ്വാനം, നീ കഷ്ടപ്പെട്ട് കിട്ടിയ ശമ്പളം, അത് ആശുപത്രിയിൽ പോകാൻ, ആക്സിഡന്റ് ചെലവാകാൻ, നഷ്ടമായി മാറാൻ കർത്താവ് അനുവദിക്കത്തില്ല. അത് വൃഥാവായി പോകത്തില്ല. അത് ഹല്ലേലൂയ കള്ള ഏജന്റുമാർ കൊണ്ടുപോയി കളയത്തില്ല. അത് നഷ്ടമായി പോകത്തില്ല. അത് വൃഥാവായി പോകത്തില്ല. സാലറി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയത്തില്ല. ആ അനുഭവം ഇനി ഉണ്ടാകത്തില്ല. കർത്താവ് പറയുകയാണ്, അതെ ഞാൻ നിന്നെ പണിയാൻ തുടങ്ങുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു പണി വെളിപ്പെട്ടാൽ അതിന്റെ 9-ാം വാക്യം, അതിനെ ശേഖരിച്ചവർ തന്നെ അത് ഭക്ഷിച്ച് യഹോവയെ സ്തുതിക്കും. അതിനെ സംഭരിച്ചവർ തന്നെ എന്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അതിനെ പാനം ചെയ്യും. അല്ലെ, നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അതല്ലേ വാഗ്ദത്തം. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുകയാണ്, നീ യഥാസ്ഥാപനം നടക്കുവോളം, ഒരു മഹിമ നിന്നിൽ വെളിപ്പെടുവോളം, നീ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാൻ തയ്യാറായ, കർത്താവിന് സ്വസ്ഥത കൊടുക്കാതെ നീ പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ അത് നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറായ, നിന്റെ അധ്വാനം നിന്റെ കയ്യിൽ നിലനിൽക്കുവാനായിട്ടിടയായിത്തീരും. അതെ, വിശുദ്ധ പ്രാകാരങ്ങളിൽ വെച്ച് അതിനെ സംഭരിച്ചവർ തന്നെ പാനം ചെയ്യുവാനായിട്ടിടയായിത്തീരും. ഒരു നന്മയും ശത്രു അപഹരിച്ചു കൊണ്ടുപോകാൻ ഇടവരത്തില്ല. യെശയ്യാവ് 62:2 പറയുകയാണ്, യഹോവയുടെ വായ് കൽപ്പിക്കുന്ന ഒരു പുതിയ പേർ നിനക്ക് നൽകപ്പെടും. ദൈവത്തിന്റെ വായ് കൽപ്പിക്കുന്ന ഒരു പുതിയ പേർ. എന്താ പേര്? ഇന്നുവരെ ലോകം പറഞ്ഞു നീ തകർന്നവനാണ്. ഇന്നുവരെ ലോകം പറഞ്ഞു നീ ഒരു പരാജയമാണ്. ഇന്നുവരെ ലോകം പറഞ്ഞവൻ കഷ്ടതയിൽ കിടക്കുകയാണ്. ഇന്നുവരെ ലോകം പറഞ്ഞവൻ ഒരു രോഗിയാണ്. പക്ഷെ യഹോവയുടെ വായ് ഒരു പുതിയ പേർ കൽപ്പിക്കുക. എന്താണ്? അതെ, വിടുതൽ അനുഭവിച്ചവൻ, അനുഗ്രഹം പ്രാപിച്ചവൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊരു പേര് ഹല്ലേലൂയ കർത്താവ് നൽകാൻ പോവുക. മറിയോട് പറയുന്ന പോലെ, അതെ ഹല്ലേലൂയ, ഭാഗ്യവതി എന്നൊരു പേര്, ഭാഗ്യവാൻ എന്നൊരു പേര്, അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നൊരു പേര്, ദൈവത്തിന്റെ വായ് കൽപ്പിക്കുന്ന ഒരു പുതിയ പേര്. ഹല്ലേലൂയ, അത് ദൈവം നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് കൽപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദത്തിന്റെ മുമ്പിൽ ഒന്ന് പറഞ്ഞാട്ടെ, കർത്താവ്